ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തേക്ക് ഒരു പ്രതിഭാസമാണെന്ന് വിചാരിച്ചു. പക്ഷേ തുടർച്ചയായിട്ട് ഇതായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറുകയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു. തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് 24 ലക്ഷമായിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത്. അത് 9 ലക്ഷം രൂപയുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി. അത് വല്ലാതെ തന്നെ ടച്ച് ചെയ്തു. കാരണം ഒരു പൗരൻ്റെ തെറ്റല്ല അത് ആ വ്യവസ്ഥയുടെ തെറ്റാണ്. നമസ്കാരം. ഒരു വിവരാവകാശ രേഖ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 2 ടിക്കറ്റ് വരുമാനം 9 ലക്ഷമായി ഉയർന്നു. അതുവരെ 15 ലക്ഷമായിരുന്നു. പിന്നീട് അത് 24 ലക്ഷം രൂപയായി. അതായത് ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയത്തിൻ്റെ പുറത്ത് നടത്തിയ ഒരു വിവരാവകാശ ചോദ്യത്തിലാണ് ഈ റെയിൽവേ ഒരു മറുപടി നൽകുകയും പിന്നീട് ആ ടിക്കറ്റ് കൗണ്ടറിലെ വരുമാനം 24 ലക്ഷം രൂപയായി ഉയർന്നതും. എന്തായാലും ആ വിവരാവകാശ രേഖ ചോദിച്ച വിനായക സച്ചിൻ നമ്മുടെ ഒപ്പം ചേരുകയാണ്. വിനായക, എങ്ങനെയായിരുന്നു ആ ഒരു RTI കൊടുക്കാൻ കാരണം? എന്തായിരുന്നു RTIയിൽ ചോദിച്ചത്? ആക്ച്വലി 2024 ഒക്ടോബർ മാസമാണ് 5-ാം തീയതി ഞാൻ ഇവിടുന്ന് എറണാകുളം ടൗണിൽ നിന്നും എൻ്റെ സ്ഥലം കൊല്ലത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ഥിരം ഞാൻ ഇവിടെ നിന്നാണ് ട്രെയിൻ യാത്ര ചെയ്യാറുള്ളത് നാട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും വരുമ്പോഴത്തേക്കും വൈകുന്നേര സമയം ഇതുപോലുള്ള ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പീക്ക് ടൈമിലെ ക്യൂവിൽ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ആരുമില്ലായിരുന്നു. ടിക്കറ്റ് കൊടുക്കാൻ ക്ലർക്കുമാരായിട്ട് ആരുമില്ലായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തേക്ക് ഒരു പ്രതിഭാസമാണെന്ന് വിചാരിച്ചു. പക്ഷേ തുടർച്ചയായിട്ട് ഇതായപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. പക്ഷേ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ സ്കോഡ് കയറുകയും അദ്ദേഹത്തിന് ഫൈൻ അടിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ടിക്കറ്റ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ശ്രമിച്ചപ്പോൾ ആളില്ലായിരുന്നു. അപ്പോൾ UTS ട്രൈ ചെയ്ത് പുള്ളി കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടിയില്ല. ചില സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് അത് വല്ലാതെ തന്നെ ടച്ച് ചെയ്തു. കാരണം ഒരു പൗരൻ്റെ തെറ്റല്ല അത് ആ വ്യവസ്ഥയുടെ തെറ്റാണ്, സിസ്റ്റത്തിൻ്റെ തെറ്റാണ്, പൗരൻ്റെ തെറ്റല്ല. അതോടൊപ്പം പുള്ളി അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അമ്മയെന്തോ കാണാൻ വേണ്ടി എന്തോ അസുഖം പെട്ടെന്ന് യാത്രയ്ക്ക് ബോർഡ് ചെയ്യേണ്ടി വന്നതാണ് ട്രെയിനിൽ. അമ്മയ്ക്ക് അസുഖമായിട്ടുള്ള വിഷയം കൊണ്ട് ടെൻഷനിൽ കയറിയതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പേഴ്സണലി പുള്ളി അറിയില്ല. പക്ഷേ അടുത്ത് ഇരുന്നപ്പോൾ സീറ്റിനടുത്തിരുന്ന് അപ്പുറത്തെ സീറ്റിൽ എന്തിരുന്ന് വിഷയം കണ്ടതാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും അന്ന് രാത്രി എൻ്റെ മൈൻഡിൽ വല്ലാതെ ടച്ച് ചെയ്തു. എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ RTI ചോദിച്ചത്. അപ്പോൾ ചോദിച്ചതിൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ എറണാകുളം ടൗണിലെ ടിക്കറ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറിലെ ഉദ്യോഗസ്ഥരുടെ പേര്, അവരുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ, ഡ്യൂട്ടി ലിസ്റ്റ്, പിന്നെ മൂവ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ മൂവ്മെൻറ്റ് രജിസ്റ്ററും ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനെക്കാട്ടി ഷോക്കായ മറുപടി അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ പോലും സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും മൂവ്മെൻറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും ഇല്ല. ടൈമിന് വിലയുള്ള ഒരു സ്ഥാപനമായ റെയിൽവേയിൽ മൂവ്മെൻറ്റ് രജിസ്റ്റർ പോലും ഇല്ലെന്നാണ് എനിക്ക് വിവരാവകാശത്തിൽ മറുപടി കിട്ടിയത്. അപ്പോൾ പക്ഷേ അതിനുശേഷം ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ പെർമനൻ്റ് ആയിട്ടൊരു ടിക്കറ്റ് വെൻഡ് ചെയ്യാൻ ഒരു പ്രൈവറ്റ് ഏജൻറ്റിനെ പോസ്റ്റ് ചെയ്തതായിട്ട് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ആ ടൈമിൽ അറ്റ്ലീസ്റ്റ് ടിക്കറ്റ് കൊടുക്കാൻ ഒരാളെങ്കിലും വരുന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ അതായത് ഈ വിവരാവകാശം കൊടുത്തപ്പോഴത്തേക്ക് റെയിൽവേക്ക് ഒരു പണി വരുന്നുണ്ടെന്ന് തോന്നിയോ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ പേരും എംപ്ലോയ്മെൻറ്റ് നമ്പരും അവരുടെ ഡ്യൂട്ടി ലിസ്റ്റൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ചോദിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഭയം തോന്നിക്കാണും, നമ്മൾ പരാതി കൊടുക്കുമോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തോ കഴമ്പുണ്ടായതുകൊണ്ടായിരിക്കാം അവർ നടപടിയായിട്ട് വന്നത്. നിയമപരമായിട്ട് എന്തോ കഴമ്പുണ്ടായിട്ടെന്നായിരിക്കും നടപടി. അതിനുശേഷമാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വരാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം പിന്നെ എന്താ കൊടുത്ത വിവരാവകാശം? പിന്നെ ഒരു ഡിസംബറിൽ ഞാൻ ഒരു ചെറിയൊരു കൗതുകത്തിൻ്റെ പേര് കൊടുത്തതാണ്. അതായത് നമ്മൾ എന്തായാലും മുന്നത്തേക്കാൾ ടിക്കറ്റ് വെൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം കൂടിയോ ഇല്ലയോ, നമ്മുടെ ഒരു എഫർട്ട് കൊണ്ട് എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിൽ ഒരു ക്യൂരിയോസിറ്റി കൊടുത്തതാണ്. പക്ഷേ അതാണ് ഏറ്റവും ഷോക്കായത്. കാരണം ഓഗസ്റ്റിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷം സംതിങ് ആയിരുന്നു, അൺറിസർവ്ഡ് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ. പക്ഷേ വിവരാവകാശം ഡിസംബറിൽ വിവരാവകാശം കൊടുത്തതിന് ശേഷം ഡിസംബറിൽ വിവരാവകാശം കൊടുത്തു. അതിന് കിട്ടിയ മറുപടിയിൽ ഓഗസ്റ്റിലെ 15 ലക്ഷവും നമ്മുടെ സെപ്റ്റംബർ തൊട്ടടുത്ത മാസത്തിൽ വന്നപ്പോഴത്തേക്ക് 24 ലക്ഷമായിട്ടാണ് ഈ റവന്യൂ ഇൻക്രീസ് ചെയ്തത്.
അത് 9 ലക്ഷം രൂപയുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി. പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഞാൻ ഡിസംബർ വരെ ചോദിച്ചു, അങ്ങോട്ടുള്ള മാസത്തിൽ 21 ലക്ഷം 22 ലക്ഷം ഒരു 20+ ലാക്സിൻ്റെ ഇൻക്രീസാണ് ഇങ്ങനെ എനിക്ക് മറുപടിയായിട്ട് കിട്ടിയത്. അപ്പോൾ ശരിക്കും ഷോക്കായി പോയി. കാരണം അതും വരെ ഒരു പ്രോപ്പർ എഫക്റ്റീവായിട്ട് ടിക്കറ്റ് വെൻഡിങ് നടക്കുന്നില്ലായിരുന്നു എന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി 2 വർഷത്തിൽ. പക്ഷേ അതിലൊരു സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതി ചെയ്യണമെന്ന്. കാരണം എല്ലാവരും പറയുന്ന പറഞ്ഞൊരു ജനാധിപത്യത്തിൽ നമ്മളൊരു പൗരൻ വിചാരിച്ചിട്ടൊന്നും നടക്കുകയില്ല, നിസ്സഹായ മറുപടിയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് ചുറ്റുന്ന ചെറിയ കാര്യങ്ങളായാലും ചെയ്താൽ ചിലപ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. പലരും അതാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ വിനായക സച്ചിൻ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും ഈ തെക്കോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയാണ് ഈ ശനിയാഴ്ച ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കുള്ള ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ തൊട്ടടുത്ത 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് UTS ഒന്നും വർക്ക് ചെയ്തില്ല. UTS ആപ്പ് വഴിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴൊന്നും അത് ചിലപ്പോൾ പ്രവർത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശ ചോദ്യം അവിടേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേക്ക് മനസ്സിലായി എന്തോ മുട്ടം പണി വരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് എത്രയും വേഗം തന്നെ ഒരു ടിക്കറ്റ് വൈൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചു. അവിടെ ഒരാളെയും സ്ഥാപിച്ചു. കൂടാതെ ടിക്കറ്റ് കൗണ്ടറിൽ സ്ഥിരമായിട്ട് ടിക്കറ്റ് ക്ലർക്കിനെ കൂടി അവർ നിയമിക്കുകയും ചെയ്തു. സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ക്ലർക്ക് രാവിലെ വന്നിട്ട് പിന്നീട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. എന്തായാലും വിനായക സച്ചിൻ്റെ ആ ഒരു ഇടപെടൽ ഇത്തരത്തിൽ വലിയൊരു ഗുണം യാത്രക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ വേഗം തന്നെ ഇവിടുന്ന് ടിക്കറ്റ് ലഭ്യമാകും. 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇവിടെ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ടിക്കറ്റ് എടുക്കാം. മറ്റല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വീണ്ടും നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് കയറി നമുക്ക് ഇവിടേക്ക് വന്ന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും യാത്രക്കാർക്ക് വലിയൊരു ഗുണം ചെയ്തു. അത് മാത്രമല്ല 2-ാം പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് കൗണ്ടറിൽ 24 ലക്ഷം രൂപ വരുമാനവുമായി എന്നാണ് വിനായക സച്ചിന് നൽകിയ വിവരാവകാശ രേഖയിൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആളുകൾക്ക് ഇതൊരു വലിയ മാതൃകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാറിയിരുന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയൊരു മറുപടി തന്നെയാണ് ഈ വിനായക സച്ചിൻ്റെ ഇടപെടൽ. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.